ഹായ് ഫ്രണ്ട്സ്, ഹായ്. നമ്മൾ നിൽക്കുന്നത് ലുസൈൽ ഡൗൺ ടൗണിൻ്റെ ഫ്രണ്ടിലാണ്. നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഗീക്കൻ ഷോ എന്ന് പറയുന്ന ഒരു ഷോ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നിരിക്കുന്നത്. അതായത് ആനിമേഷൻ കഥാപാത്രങ്ങളുടെ വലിയൊരു ഷോയാണ് ഇവിടെ നടക്കുന്നത്. അതായത് ഹാലോവീൻ എന്ന് പറയുന്ന പ്രോഗ്രാമൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, അവിടെ ഈ ഹൊറർ കഥാപാത്രങ്ങൾ അതേപോലെ വേഷവിധാനമൊക്കെ ചെയ്തിട്ട് വരുന്ന ഒരു പരിപാടിയാണ് ഹാലോവീൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇന്നത്തെ ഇവിടെ ഒരു പരിപാടി എന്ന് പറയുന്നത് കുറേ കാർട്ടൂണല്ല ആനിമേഷൻ കഥാപാത്രങ്ങൾ അതേപോലെ ഡ്രസ്സുകളൊക്കെ ധരിച്ച് വന്നിട്ടിങ്ങനെ നമ്മളിവിടെ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുക, ഇങ്ങനെ കുറേ പരിപാടികളൊക്കെ ആണെന്ന് പറയും. നമുക്കൊന്നും അറിയില്ല, നമ്മളത് കാണാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ ആദ്യമായിട്ട് വരുവാണ്. അപ്പോൾ ഈ ഒരു ഷോ നമ്മൾ യൂട്യൂബേഴ്സൊക്കെ ഒരുപാട് വരും എന്ന് പറയുന്നത് കേട്ടു. പക്ഷേ കേരളത്തിൽ നിന്നുള്ളത് നമ്മൾ മാത്രമേ ഉള്ളൂ തോന്നുന്നു. കാരണം ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, പക്ഷെ മൊത്തം ഇംഗ്ലീഷുകാരും പിന്നെ കുറേ ഫിലിപ്പീൻസ് ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ആ പരിപാടിക്ക് വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. തൊട്ട് കുറേ കാണുന്നത് ഇതാണ്, ആ ബിൽഡിംഗ് ഇതാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് നേരെ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഓൾ ഇൻ വൺ മച്ചാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലേക്ക് വന്നിരിക്കുകയാണ്. ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്ക് ആ പാടെ അറിയാവുന്ന കുറേ ആനിമേഷനുണ്ട്, നമ്മുടെ ഇന്ത്യയിൽ കാണുന്ന കുറേ സംഭവങ്ങളുണ്ട്. പക്ഷേ ഇവിടെ കാണുന്നതെന്ന് പറയുന്നത് ജപ്പാൻ, ചൈന അതുപോലെയൊക്കെയുള്ള കുറേ സ്ഥലങ്ങളിലെ അനിമേഷൻ കഥാപാത്രങ്ങളുടെ ഒരു വലിയ ശേഖരം തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ നമ്മൾ ഉള്ളിലേക്ക് പോകുമ്പോൾ കാണുന്നത് ലൈവായിട്ട് പടം വരച്ചു കൊടുക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ലൈവായിട്ട് നമ്മുടെ ഫാമിലിയൊക്കെ വന്നിരിക്കുമ്പോൾ അവരുടെ ഫോട്ടോസ് ആനിമേഷൻ കഥാപാത്രങ്ങളുമായിട്ട് യോജിച്ച രീതിയിലാണ് അവർ വരച്ചു കൊടുക്കുന്നത്. കുറേ രണ്ട് ഇംഗ്ലീഷുകാരാണ് വരയ്ക്കുന്നത്. അവർ കുട്ടികളോടൊക്കെ തമാശകളൊക്കെ പറഞ്ഞ് അവരെ സന്തോഷിപ്പിച്ചിരുത്തി എനിക്കൊന്ന് 1 മണിക്കൂറോളം ഇരുന്നിട്ടാണ് അവരെ പടം വരച്ചെടുക്കുന്നത്. പക്ഷേ കാണാൻ വളരെ ഭംഗിയുള്ള പടങ്ങളാണ്. അതുപോലത്തെ ഒരുപാട് സംഭവങ്ങൾ നമുക്കവിടെ കാണാൻ പറ്റി. ഈ PC-കളും ഗെയിമിംഗ് കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാർട്ടപ്പുകൾ ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടർ ഗെയിമിംഗ് സ്റ്റാർട്ടപ്പുകൾ ഒരുപാട് അവിടെ ചെയ്തിട്ടുണ്ട്. ആ സ്റ്റാർട്ടപ്പുകൾ വെച്ചിട്ട് ഗെയിമുകൾ അവിടെ നമുക്ക് ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റും. അപ്പോൾ അവർ ചെയ്തു തന്നിട്ടുള്ള ഗെയിമുകളിൽ ലൈവായിട്ട് കളിക്കുക, അതെല്ലാം ഫ്രീ ആണ് കേട്ടോ. നമുക്ക് ആർക്ക് വേണമെങ്കിലും അവിടെ ഗെയിം കളിക്കുകയൊക്കെ ചെയ്യാം. ഇവിടെ നമ്മൾ ഒരു കമ്പ്യൂട്ടർ നമ്മൾ കണ്ടു. ഗെയിമിംഗ് PC ആണത്. അതിൻ്റെ വില എന്ന് പറയുന്നത് 10,900 റിയാലാണ് അതിൻ്റെ വില. അപ്പോൾ നാട്ടിലെ ഒരു 2,00,000 സംതിങ്ങോളം വരും. വളരെ ഭംഗിയാണത് കാണാൻ, നല്ല വിലയുമാണ്. ഇവിടെ കാണുന്ന ലൂഫി എന്നൊക്കെ പറയുന്ന കുറേ കഥാപാത്രങ്ങളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ആ ഫോട്ടോയ്ക്ക് തന്നെ വില വരുന്നത് 400 റിയാൽ, 250 റിയാലൊക്കെയാണ് അതിൻ്റെ ക്യാൻവാസിൽ വരച്ച് വെച്ചിരിക്കുന്ന വലിയ ഫോട്ടോയുടെ വില എന്ന് പറയും. ഇവിടെ വരച്ച് വെച്ചിരിക്കുന്ന ഫോട്ടോസ് വരച്ച് വെച്ചിരിക്കുന്നത് അതിമനോഹരമായിട്ടുള്ള ചിത്രങ്ങളാണ് വരച്ച് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റിക്കറുകൾ, കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന സ്റ്റിക്കറുകൾ ഇവിടെ ഒരുപാട് കാണാൻ പറ്റി. അതിനകത്ത് കാണാൻ പറ്റണ്ടല്ലേ? I know magic.
അതുപോലെ തന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് കഥാപാത്രങ്ങൾ ഇവിടെ നമുക്ക് മുന്നിലേക്ക് വരുന്നതാണ്. അവരെല്ലാം അതേപോലെ വേഷങ്ങളൊക്കെ ധരിച്ച് കൂടെ നമുക്ക് ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ അനിമേഷൻ കഥാപാത്രങ്ങളായിട്ട് നമ്മളിപ്പോൾ ഒന്നും ചെയ്തില്ലെന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മുഖത്ത് നമുക്കിഷ്ടമുള്ള ഡിസൈനിൽ കഥാപാത്രങ്ങളുടെ എന്ത് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാലും പടം വരച്ചു കൊടുക്കുന്നത്, ലൈവായിട്ട് പടം വരച്ചു കൊടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കുട്ടികളും ഒക്കെ വന്നത് ചെയ്യുന്നത് നമുക്ക് കാണാം. അത് വളരെ ഭംഗിയായിട്ടാണ് ചെയ്യുന്നത്. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഏറ്റവും വലിയ നടക്കുന്നത് ഒരു ഗെയിമിംഗ് ഷോയാണ്. അതായത് വലിയ ഒരു ഡിസ്പ്ലേയിൽ നമുക്കവിടെ ഗെയിമിംഗ് മത്സരമാണ് നടക്കുന്നത്. അതായത് 4 ടീം വെച്ചിട്ട് ഫുട്ബോൾ മത്സരമാണ് നടക്കുന്നത്. അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് പ്രൈസ് മണി 20,000 റിയാലാണ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ അത് കളിക്കുന്നതിന് വേണ്ടിയിട്ട് പല പല ടീമുകൾ വരുന്നു. അവർ നമ്മുടെ ഫുട്ബോൾ മത്സരം പോലെ തന്നെ ഭയങ്കര ആവേശത്തോടെ അവിടെ ഒരുപാട് ആൾക്കാർ ഇത് കാണുന്നതിനൊക്കെ വേണ്ടി ഇരിപ്പുണ്ട്. അതിൻ്റെ പ്രൈസ് മണി എന്ന് പറയുന്നത് 20,000 റിയാലാണ്. 4 ദിവസമാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. അങ്ങനെ 4 ദിവസവും ഈ പരിപാടി നടക്കുന്നത്. ഞങ്ങൾ പോയത് 3ാമത്തെ ദിവസമാണ്. അപ്പോൾ 4ാമത്തെ ദിവസമാണ് ഇതിൻ്റെ ഫൈനൽ നടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മൾ കണ്ടു. അത് വളരെ ഭംഗിയായിട്ടുള്ള പരിപാടികളായിരുന്നു. നമ്മൾ ഒരുപാട് ആസ്വദിച്ചു. അപ്പോൾ നമ്മൾ ആ ഷോ എല്ലാം കഴിഞ്ഞിട്ട് വെളിയിറങ്ങിയിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് ആൾക്കാർ ഇത് നല്ല അടിപൊളി ഷോ ആയിരുന്നു കാണാൻ. അപ്പോൾ നമ്മൾ വീഡിയോയുടെ ഇടയിൽ നമ്മൾ കാര്യങ്ങളൊന്നും പറയുന്നൊന്നുമില്ല. കാരണം പറയുന്നത് വെച്ചാൽ അവിടെ ഭയങ്കര സൗണ്ടും ഭയങ്കര ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ തന്നെ ഉണ്ട്, ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ നീലിച്ചിരിക്കും. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാവുന്ന കുറേ കഥാപാത്രങ്ങളുടെ സംഭവമൊന്നും എൻ്റെ ഇല്ല. ഞാൻ അവിടെ നിന്നുകൊണ്ട് എൻ്റെ മോളെ വിളിച്ചു കഴിഞ്ഞപ്പം അവൾ ചോദിക്കുകയാണ് ഹണി ബണി ഉണ്ടോ അവിടെ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറെയാണ്, അത് കാർട്ടൂണാണ്. കാർട്ടൂൺ വേറെ, ആനിമേഷൻ. അപ്പോൾ ഞാൻ പിന്നെ പറഞ്ഞു ഹണി ബണി ഒന്നും ഇല്ല. അത് ഇതിൻ്റെ പേര് പോലും ഇതിൻ്റെ പേര് പോലും അറിയില്ല. അത് കണ്ടിട്ട് ഒരു സാധനത്തിൻ്റെ പേര് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. പക്ഷേ അടിപൊളി ഷോ ആയിരുന്നു കാണാൻ. നമുക്ക് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഷോ. അപ്പോൾ ഇന്നത്തെ ഷോയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ തുടർന്നും നല്ലൊരു വീഡിയോ വേണ്ടി ഞങ്ങൾ വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.